സ്ത്രീകൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറയുന്നത് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ അതിനെ എല്ലാ മേഖലകളിലും അവർക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുമ്പോൾ അതൊരു വിക്ടിം കാർഡായി മാറും. നമ്മളിപ്പോൾ സൈബർ ബുള്ളിങ് വന്ന് നമ്മളത് ബാധിച്ചു എന്ന് പറയുന്നതിന് പ്രശ്നമില്ല. ഫസ്റ്റ് ഭയങ്കര ഡിഫെൻഡ് ചെയ്യാൻ നോക്കി, എനിക്കൊന്നും പ്രശ്നമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്കത് കൂടുതൽ ട്രാഫിക് ഉണ്ടായിട്ടേ ഉള്ളൂ, ഭയങ്കര ഇതായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ടൊരു വിക്ടിം കാർഡ് പ്ലേ ചെയ്ത് അതങ്ങോട്ട് ഭയങ്കര എക്സ്ട്രീമിലേക്ക് എത്തിക്കുന്നത്, മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഗ്രോത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എത്രമാത്രം ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഒരു ജെൻഡറിന് മാത്രം സ്പെസിഫിക് ആയിട്ട് ഈ പറയുന്ന പോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതല്ല. ഓൾ ദ വേ ത്രൂ ഹെർ ജേർണി ഷി ഹാസ് ട്രൈഡ് ടു ബ്രിങ് ദിസ് ടുഗെദർ. അതാണ് ഇവിടെ പൊളിഞ്ഞത്. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഗൗരി ലക്ഷ്മി പാടി ഇപ്പോൾ അത് ആവശ്യത്തിൽ കൂടുതൽ ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെൻഡിങ് മീൻസ് ലൈക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ. അപ്പോൾ എന്തായാലും അതിനകത്ത് ഗൗരി ലക്ഷ്മിയും സൈബർ ബുള്ളിങ്ങും അതിനൊപ്പം തന്നെയുള്ള വിക്ടിം കാർഡ് സംഭവവും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഗൗരി ലക്ഷ്മി ഒരുപാട് ഈ പറയുന്ന പോലെയുള്ള സംഭവങ്ങളെ വെച്ച് വിക്ടിം കാർഡ് കളിച്ച് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ ആക്ച്വലി എനിക്കും എൻ്റെ പോഡ്കാസ്റ്റിനുമുണ്ട്. സോ എന്താണ് ഈ എപ്പിസോഡ് മുഴുവനായിട്ട് പറയുന്നതെന്ന് കേൾക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യൂ, ഫുൾ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസും കണ്ടൻസും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് everyone, welcome back to Andapan Talkies, and this is RJ Andapan. യെസ്, അപ്പോൾ ഗൈസ് അഗെയിൻ ഒന്നും കൂടെ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ആൻഡ് ഇന്ന് ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റിൽ ഷിയോണും കൂടെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് കേൾക്കാം അല്ലേ? കേൾക്കണമല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഇൻട്രോയിൻ്റെ സംഭവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് എനിവേസ് നമുക്ക് ആ ഒരു സംഭവം കൂടെ കാണാം. ഒരു ഇൻ്റർവ്യൂ കണ്ടു. സോ അപ്പോൾ അതൊന്ന് കണ്ട് അതിനെ ആസ്പദമാക്കി, അല്ലെങ്കിൽ ഈ മൊത്തം വിഷയം തന്നെയാണ് നമ്മുടെ വിഷയം, എന്നാലും അത് കണ്ടുപോകാം. പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഏത് പെൺകുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചാലും, ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഡസൻ മീൻ ആണുങ്ങൾ അതിൽ കൂടെ പോയിട്ടില്ല എന്ന്. നമ്മള് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കടന്നുപോയൊരു കാര്യം പറയുമ്പം ഉടനെ തന്നെ ഇല്ല ഞങ്ങൾ ആണുങ്ങൾക്കും ഇതുണ്ട്, അതല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങളെ കുറിച്ചാണ് ഈ പാട്ടിൽ സംസാരിക്കുന്നത്. ഇത് സ്ത്രീകൾ ഫേസ്, ഞാൻ ആസ് എ വുമൺ ലൈക്ക് ഒരു പെണ്ണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതില് ഒരു സ്ഥലത്തും ഒരാളെയും ഒരു ആണിനെ വലിച്ച് താഴെ ഇടാനോ ആൺവർഗം മൊത്തം പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനും ആ പാട്ടിൽ നടന്നിട്ടേ ഇല്ല. അതിൽ ആക്ച്വലി ഞാനൊരു പേടി കാണുന്നു. പേടി മീൻസ് വേറൊന്നുമല്ല കേട്ടോ. ഓക്കെ, എന്താ അഭിപ്രായം? എന്താ മൊത്തത്തിലുള്ള ഗൗരി ലക്ഷ്മി പ്ലസ് മുറിവ് എന്നല്ലേ ആ സോങ്ങിന്റെ പേര്? ആ സോങ്ങിന്റെ ഒരു അഭിപ്രായം മൊത്തത്തിൽ. എനിക്ക് ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ I love her works. I love the way she approaches the crowd and everything. I just love that. ആസ് എ സിംഗർ ഞാൻ ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് തന്നെ പറയുകയാണ്. അപ്പം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ് വെച്ച് നമ്മൾ ഒരു സാധനം എഴുതുന്നു, അത് പറയുന്നതോ ഒന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. അതെല്ലാം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ ജോഷ് ടോക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല സമയത്തും നമ്മൾ ഭയങ്കരമായിട്ടൊരു വിക്ടിം കാർഡ് പ്ലേ ചെയ്ത് അതങ്ങോട്ട് ഭയങ്കര എക്സ്ട്രീമിലേക്ക് എത്തിക്കുന്നത്, മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഗ്രോത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എത്രമാത്രം ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ബീയിങ് എൻ ആർട്ടിസ്റ്റ്, എൻ്റെ ലൈഫ് എൻ്റെ പേഴ്സണൽ ലൈഫാണ്. ആ ലൈഫും എൻ്റെ പ്രൊഫഷണൽ ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിക് ലൈഫും തമ്മിൽ എപ്പോഴും അതിൻ്റെ ഇടയ്ക്കൊരു ബാരിയറുണ്ട്. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട് പുള്ളിക്കാരിയുടെ. അപ്പോൾ ഷീ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പ്രൊഫഷണൽ ലൈഫിൽ വന്നപ്പോഴത്തേക്ക് അത്ര വലിയ ബാരിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഈസി വോക്ക് ഓവർ ആയിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ടുള്ളത്. ഈ സംഭവമെല്ലാം ഞാൻ ഷീയുടെ ഇൻ്റർവ്യൂവിനകത്ത് തന്നെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ലൈഫിലുണ്ടായിട്ടുള്ള കുറേ ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് പല സമയത്തും ഈ പറയുന്ന സോങ്സ് ആണെന്നുണ്ടെങ്കിൽ, സോങ്സ് അല്ല, സോങ്സിൻ്റെ സൈഡ് വൈസ് ഉള്ള പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ആ ഒരു സാധനം യൂസ് ചെയ്ത് ഓക്കെ ഇങ്ങനെയാണ്, അയ്യോ ഇങ്ങനെയൊക്കെയാണ് ആ കൊച്ച്, അല്ലെങ്കിൽ പാവമല്ലേ എന്നുള്ളൊരു തോട്ട് ആൾക്കാരുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് പല സമയത്ത് ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് നല്ല പേടിച്ചിട്ടുണ്ട്, അത് കണ്ടറിയാനായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോയ്ക്കകത്ത് മെയിൻ വീഡിയോയ്ക്കകത്ത് ഞങ്ങളിപ്പോൾ ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ഇതിൽ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഒറിജിനൽ കവർ ഇട്ടിരിക്കുന്ന കവർ അല്ലല്ലോ, ഒറിജിനൽ വീഡിയോ ഇട്ടിരിക്കുന്നത് യൂട്യൂബില് കമന്റ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ നിലവിൽ എന്തായാലും അത് അവൈലബിൾ അല്ല, കമന്റ്സ് ഓഫ് ആണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വേറൊരു ഇന്റർവ്യൂല്, എനിക്ക് വെറൈറ്റി മീഡിയ ഇന്റർവ്യൂല് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പറഞ്ഞു എന്നെ ഇത് ബാധിച്ചിട്ടൊന്നുമില്ല. അല്ല ഞാൻ പറയുന്നത് കേക്ക് ആദ്യം അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു. നമ്മളെ ഇപ്പൊ സൈബർ ബുള്ളിങ് വന്ന് നമ്മളത് ബാധിച്ചു എന്ന് പറയുന്നതിന് പ്രശ്നമില്ല. ഫസ്റ്റ് ഭയങ്കര ഡിഫെൻഡ് ചെയ്യാൻ നോക്കി, എനിക്കിതൊന്നും പ്രശ്നമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്കത് കൂടുതൽ ട്രാഫിക് ഉണ്ടായിട്ടേ ഉള്ളൂ, ഭയങ്കര ഇതായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ റിപ്പോർട്ടറിനകത്ത് കൃത്യമായിട്ട് പുള്ളിക്കാരി ഫൈനലി ഇറ്റ് ഈസ് വെരി എവിഡന്റ് ഫ്രം അല്ല അത് ഞാൻ ഇപ്പൊ ഈ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കിന്റെയും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ എഫക്റ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗൗരി ലക്ഷ്മിയുടെ ഈ ഒരു പാട്ട് 1 വർഷം മുമ്പ് ഇറങ്ങിയ ഈ സോങ്ങിന് അന്നില്ലാത്തതിനേക്കാളും വലിയൊരു ഒരു മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയില്ലേ, അത് ആക്ച്വലി ഈ സമയത്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എന്തുകൊണ്ടായിരിക്കും മുറിവ് എന്ന് പറയുന്ന ഗൗരി ലക്ഷ്മിയുടെ ഈ പാട്ടിലെ വരികൾക്ക് ഇത്രമാത്രം ട്രോളും നെഗറ്റീവ് കമൻസും കിട്ടിയിട്ടുണ്ടാവുക? ഇന്ന് സമൂഹം മാറി. കുറച്ച് കാലം മുമ്പ് വരേക്കും അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരേക്കൊക്കെ ഗൗരി ലക്ഷ്മിയോ അല്ലെങ്കിൽ ഏത് ആൾക്കാരാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാലും അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റി ആവട്ടെ, അവരൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ടാൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലു മെന്നിസ്റ്റോ ഹൈടെക് ദേവോ, എൻ്റെ ഫ്രണ്ടാണ്, ഹൈടെക് ദേവോ അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ കുറച്ച് പേര് മാത്രം എന്ത് കാണാൻ പറ്റുള്ളായിരുന്നു, ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുന്നതായിട്ട് കാണാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LGBTQ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഈ ഒരു സ്ത്രീപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ പക്ഷെ എന്നാലും ഒരു വിഭാഗം എല്ലാവർക്കും ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുന്നു, ഇവരുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇപ്പം മാറി, ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ 2 ജെൻഡർ സ്കോഡ് അതിന് ഒരു വലിയൊരു കാര്യം ബിഗ് ബോസ് ആണെന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. കാരണം അഭിഷേക് വന്നത് ആ ഒരു സമയം അതൊരു ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു. മാത്രമല്ല ഞാൻ പറഞ്ഞു ഫിനിഷ് ചെയ്തത്. അപ്പോൾ ആ 2 ജെൻഡർ സ്കോഡും ഈ ആൾക്കാരുടെയും അവരന്ന് മുതൽ ഇന്ന് വരെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതായത് ഒരു ജെൻഡറിന് മാത്രം സ്പെസിഫിക് ആയിട്ട് ഈ പറയുന്ന പോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതല്ല. ശരിയാണ്. സ്ത്രീകൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറയുന്നത് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ അതിനെ എല്ലാ മേഖലകളിലും അവർക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുമ്പോൾ അതൊരു വിക്ടിം കാർഡായി മാറും. ഫെമിനിസം ഇക്വാലിറ്റിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. അതല്ല ഈ മെയിൽ ഷോവനിസം എന്ന് പറയുന്ന പോലെ തന്നെ ഫെമിനിസത്തിന് ഒരു ഫേസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് അതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് അതിന്റെ കൃത്യം വേർഡ് ഫ്രേസ് പറയാൻ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇക്വാലിറ്റിയും കൂടെ ഒരുമിച്ച് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. പുള്ളിക്കാരിയുടെ ഈ സംഭവത്തിനകത്ത് ഓൾ ദ വേ ത്രൂ ഹെർ ജേർണി ഷി ഹാസ് ട്രൈഡ് ടു ബ്രിങ് ദിസ് ടുഗെദർ. അതാണ് ഇവിടെ പൊളിഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഭയങ്കരമായി ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. അതേ സമയത്ത് ഈ ഒരു വേ ഓഫ് ആർട്ടിനകത്തും ഈ കാര്യങ്ങളിനൊക്കെ അകത്തും ഒക്കെ ഈ ഒരു ഫെമിനിസം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ലൈക്ക് ആ ഒരു സാധനം കുത്തിക്കയറ്റാനായിട്ട് ശ്രമിക്കുന്നു. ആ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന രീതിയും നേരത്തെ തൊട്ടേ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ് എടുത്ത് നോക്കി സിനിമകൾ, ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ്, ഇതിലെല്ലാത്തിലും LGBTQ കമ്മ്യൂണിറ്റി സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ടച്ചോ ഒക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് വിക്ടിം ആവുന്നതോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണിച്ചുകൊണ്ട് ഷോക്കേസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമകളിലും ഉണ്ടെന്നല്ല, പക്ഷെ ഉണ്ടായിരുന്നു.
ആ ഒരു സമയത്തൊന്നും ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു സത്യം പറഞ്ഞുതരാം, ഒരു സമയത്ത് LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു കമന്റ് ഇടാൻ പേടിച്ചിരുന്നൊരു സമയമുണ്ട്. എത്ര പേര് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഉണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പഴഞ്ചനായിട്ടൊക്കെ ചിന്തിക്കൂ എന്ന് പറഞ്ഞ് മാറിയിരുന്നൊരു സമയമുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ പറയുന്ന പോലെ മല്ലു മെൻഡിസ്റ്റ് ഉണ്ട്, അതുപോലെ ഒരുപാട് പേരുണ്ട്. അവർ മാത്രമൊന്നുമല്ല കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഇവരൊക്കെ ആയതുകൊണ്ട് പറയാണ്. ഇപ്പോൾ ഹൈടെക് ദേവൊക്കെ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അവൻ പറയും ഈ ഒരു സമയം മാറി, എനിക്ക് അറിയാവുന്നുണ്ട് ഈ സമയം മാറി എന്തായാലും ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയം വരും. കോമഡി പറയാനുണ്ട്, ഈ പറയുന്ന ഈ LGBTQIA കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണോ പെടാത്തതാണോ എന്ന് ധാരണയില്ലാത്തൊരു മനുഷ്യനിരുന്നുകൊണ്ടൊരു യൂട്യൂബ് ചാനലിനകത്ത് കയറി ഇരുന്നുകൊണ്ട് സമൂഹത്തിലെ പിള്ളേരെ പറ്റി എല്ലാം കുറ്റം പറഞ്ഞിരുന്നല്ലോ. സ്പെസിഫിക് ആയിട്ട് പേര് റിയാസലിമിനെ പറ്റി ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഈ കമ്മ്യൂണിറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി വന്നിട്ട്, പുള്ളിക്കാരിക്ക് റിയാസ് സലീമിനെ അറിയില്ല, എനിക്ക് റിയാസ് സലീമിനെ അറിയില്ല. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എതിർത്തത്. ഈ സാധനം ഞാനെടുത്ത് സ്റ്റോറി ഇട്ട് കളിയാക്കിയിട്ടതാണ്. ആ കളിയാക്കിയിട്ടതിന്റെ പേരിൽ എൻ്റെ ഒരു 10-15 വർഷമായിട്ടുള്ള എൻ്റെ ഒരു കമ്പനിയൊക്കെ എന്നെ അൺഫോളോ അടിച്ചിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ആളിപ്പോൾ എന്നോട് മിണ്ടൊന്നുമില്ല, അങ്ങനെയൊക്കെ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. എനിക്ക് ശരിക്കുള്ള ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ, ഞാനിപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തുടങ്ങി. ഐ ലിറ്ററലി ഡോണ്ട് സപ്പോർട്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആണാവട്ടെ പെണ്ണാവട്ടെ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവരാവട്ടെ, ഇവരൊക്കെയാണെന്നുണ്ടെങ്കിലും ദേ ഓൾ ഹാവ് ദ റൈറ്റ് ടു ലീവ്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. അതിപ്പോൾ ഈ പണ്ട് നമ്മുടെ പാർട്ടികളിലും എല്ലാത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതായത് കുറച്ച് സപ്പോർട്ട് കിട്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അഗൻസ്റ്റ് ആയിട്ട് പറയുന്നവരെല്ലാം തെറ്റാണെന്നുള്ളൊരു ചിന്തയാണ്. അത് ഒരിക്കലും ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും ഗൗരി ലക്ഷ്മിയുടെ ഈ വിഷയത്തിലുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി ഗൗരി ലക്ഷ്മി മാത്രമല്ല ഇതുപോലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ബേസിക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിക്ടിം കാർഡ് മാത്രം അടിച്ചുകൊണ്ട് ഒരു സംഭവത്തെ ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, നമ്മുടെ സ്റ്റോറീസ് പറയുന്ന ഒരു കുഴപ്പമല്ല. എന്നാൽ അതിനെ ഫൈറ്റ് ചെയ്ത് ഇറങ്ങി വന്ന രീതിയും കൂടെ പറ. ആ വരികളിൽ ഒരു സാധനമാണ് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് നിന്നോട് പറഞ്ഞു, എന്തിനാണെന്നൊക്കെ പറഞ്ഞൊരു സാധനം പോകണല്ലോ. ഞാൻ പാട്ട് പാടാറില്ല, പക്ഷെ ആ സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഈ സംഭവങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അത് വെച്ചിട്ട് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കല്ലേ. അത് സ്റ്റോപ്പ് ചെയ്യുക. അത് ഗൗരി ലക്ഷ്മി എന്ന് മാത്രമല്ല, ഞാൻ എല്ലാവരെയും സൂരജ് സന്തോഷാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നൊരു കാര്യമുണ്ട്. സൂരജ് സന്തോഷാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ഒരാൾ, എനിക്ക് റെക്കഗ്നൈസബിൾ ആയിട്ടുള്ളൊരു അത് വരുന്നത്. പുള്ളിക്കാരന്റെ ആർട്ട് വഴി ഹി ട്രൈസ് ടു കൺവേ എ മെസ്സേജ്. ആ മെസ്സേജും പുള്ളിക്കാരന്റെ പേഴ്സണൽ ലൈഫും തമ്മിൽ എത്ര ബന്ധം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് അറിയുള്ളൂ. പക്ഷെ അന്നേരം സൂരജ് സന്തോഷ് ഹാസ് എ വെരി പ്രൈവറ്റ് ഗൗരി ലക്ഷ്മിയുടെ ഒരു വിഷയം വന്നതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗൗരി ലക്ഷ്മി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് പേര് ആക്ച്വലി ഉണ്ട്. ഇപ്പൊ WCC എന്ന് പറഞ്ഞിട്ട് വുമൻസിന്റെ മറ്റേ ഇതുണ്ടല്ലോ, അല്ല അവർക്കൊക്കെ ഇപ്പൊ ഈ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കാര്യം മാത്രം താങ്ങുക എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നമുക്കറിയാവുന്ന 5 പേരുടെ കേസ് നോക്കാം, അല്ലെങ്കിൽ ഗൗരി ലക്ഷ്മി ആണെങ്കിലും ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ആരും ആവട്ടെ അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ എപ്പോഴും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ തെറ്റാറുണ്ട്. എൻ്റെ വിഷമം എൻ്റേത് മാത്രമായിരിക്കും. അത് എത്രയൊക്കെ മറ്റൊരാൾ അതിനെ മാർക്കിട്ട് പിടിക്കാൻ നോക്കിയാലും, ഇപ്പോൾ ഗൗരി ലക്ഷ്മി പോയ വിഷയങ്ങൾ ഗൗരി ലക്ഷ്മിക്ക് ഉണ്ടായിട്ടുള്ള മുറിവുകൾ തന്നെ ആയിരിക്കും. പക്ഷേ ആസ് ആൻ ആർട്ടിസ്റ്റ് അത് മാത്രം നമ്മൾ ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് വെച്ച് മാത്രം നമ്മൾ നമ്മുടെ ആർട്ടിനെ വിൽക്കാനായിട്ട് ശ്രമിക്കരുത്. അത് വെച്ച് മാത്രം നമുക്ക് സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നത് പോലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യരുത്. ആൾക്കാർ പ്രതികരിക്കും. ആൾക്കാരും അരിഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കും കൂടെ വേണം എന്നുള്ളതാണ് എനിക്ക്. അത് ഗൗരി ലക്ഷ്മിക്ക് മാത്രമല്ല, ഈ പറയുന്ന ഒരുപാട് പേര് ആക്ച്വലി ഇതുപോലെ ഉണ്ട്. ഇപ്പൊ ഈ റിയാസ് സലീമൊക്കെ ഇപ്പൊ ഒതുങ്ങാനുള്ള നമ്മുടെ ലൈഫ്, നമ്മുടെ ആർട്ടിസ്റ്റ് ലൈഫും പേഴ്സണൽ ലൈഫും ആർട്ടിസ്റ്റ്. പിന്നെ നീ ആരാ? ഞാൻ വേറെന്തോണോ. ഈ 2 ലൈഫും നമ്മൾ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ ലൈഫ് എപ്പോഴും നമ്മൾ പേഴ്സണലായിട്ട് തന്നെ വെച്ച് അങ്ങനെ കൊണ്ടുപോവാണ്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ആർട്ടിനെ ആ ഒരു റെസ്പെക്ട് കണ്ടല്ലോ എന്നുണ്ടെങ്കിൽ ഓക്കെ, വിമന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം എഴുതി പോയ ഒരാളാണ് അങ്ങനെ കണ്ടിട്ട് മാത്രം
ആൾക്കാർ അതിനെ ഒരു രീതിയിൽ വിടുകയും പിന്നെ ഏറെ കയറുന്നതൊക്കെ ഒന്നും പുതിയ കാര്യമല്ല. എന്റെ പാട്ട് 6 ലക്ഷം വ്യൂസ് ഓടിയിട്ടുണ്ടെങ്കിൽ അത് ഓടിയത് നെഗറ്റീവ് കൊണ്ട് മാത്രമാണ്. ആ മുറിവാകെ 4.1 ലക്ഷം ഓടിയിട്ടുണ്ട്. എന്റെ 6.5 ലക്ഷം ഓടിയിട്ടുണ്ട്. 6 ലക്ഷം ഓടിയത് നെഗറ്റീവ് കൊണ്ട് മാത്രമാണ്. അതിൽ എനിക്ക് ഒരിതുമില്ല. കാരണം ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് വന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്ന കമന്റ്സ് അതിൽ 3 വീഡിയോസാണ്. അതെല്ലാം 300K വെച്ച് ഓടിയിട്ടുണ്ട്. ആൻഡ് ആ 3 വീഡിയോസിനകത്തും ഒറ്റ കമന്റ് പോലും ഞാൻ ടേൺ ഓഫ് ചെയ്തിട്ടില്ല. ആൻഡ് വന്ന കമന്റിനെല്ലാം വന്ന നെഗറ്റീവ് കമന്റുകൾക്കും ചീത്ത വിളിക്കും എല്ലാം ഞാൻ നല്ല ചില കമന്റ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രസമുള്ള കമന്റ് ആയതുകൊണ്ട്. ബാക്കിയെല്ലാം ഞാൻ മറ്റേ ഹാർട്ടിട്ട് ഒന്നുപോലും റിപ്ലൈ ഇടാതെ വിട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടന്റ് ക്രിയേറ്റർ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റുകളോ ഒക്കെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരെന്ത് വിഷയത്തിലാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സാധനം നടക്കില്ല. നമ്മുടെ സാധനം ഏതെങ്കിലും ഒരു ദിവസം കയ്യിൽ നിന്ന് പോവും. നമ്മളെ 10 പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 8 പേര് നമ്മളെ തെറി പറയുന്ന ഒരു ദിവസം വരും. 10 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 90 പേര് നമ്മളെ നെഗറ്റീവ് പറഞ്ഞിട്ടായിരിക്കും 10 പേര് സപ്പോർട്ട് ചെയ്യുക. നീ നേരത്തെ ഇതന്നെയല്ലേ ചെയ്തത്? ഞാൻ ഒരു ഫ്ലോയിൽ അത് പറഞ്ഞു വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ 8 പേര് നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും 2 പേര് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിക്കാനൊന്നും പറ്റില്ല. മനസ്സിലാക്കേണ്ട കാര്യം ആ 8 പേരെയും ആ സംഭവം അത് മേ ബി നമ്മുടെ കണ്ടന്റ് ആയിരിക്കാം, നമ്മുടെ മ്യൂസിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളായിരിക്കാം, അത് അവരെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പൊ ഞാൻ നിന്റെ മ്യൂസിക്കിലും പറഞ്ഞു മേ ബി ഇതിൽ നെഗറ്റീവ്സ് വന്നിട്ടുള്ളതിൽ ഞാൻ അതൊന്നും പറഞ്ഞൊരു കാര്യമാണ്. നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് നമ്മൾ ചെയ്തു, നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ഇതെല്ലാം വായിച്ച് വെച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൾഗറാണ്. അതാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. പിന്നെ കുറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്ന് പറയുന്നത് വീഡിയോ കാണുന്നില്ല, കമന്റ് ബോക്സ് നോക്കുക, ഒരു നെഗറ്റീവ് ഉണ്ടോ അതിന്റെ താഴോട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ സംസാരിച്ചിടുന്നത്. അല്ലാതെ സാധനം എന്താണെന്നോ ഏതാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. യെസ്, അപ്പൊ എന്തായാലും ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നല്ല ലെങ്ത് ആവും. ഇവള് കഥ അടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനുള്ള വീഡിയോ എല്ലാ അരമണിക്കൂറില്ലേ അല്ല, അതുകൊണ്ട് കുറയ്ക്കണം. സോ അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ആൻഡപ്പൻ ടോക്കീസ് എന്ന് പറയുന്ന എന്റെ പോഡ്കാസ്റ്റ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡപ്പനും ഷിയോണും സൈനിങ് ഓഫ് ഫ്രം ആൻഡപ്പൻ ടോക്കീസ്. ബൈ ബൈ.